ഈ ചാമ്പ്യൻസ് ട്രോഫി നേടി വലിയ ആഹ്ലാദത്തിലാണ് രാജ്യം. ആഘോഷങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലും ചില അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിലൊരു ഗൂഢാലോചനയുണ്ട്. അങ്ങനെ സംശയം. ആക്രമണം ഒരു ആസൂത്രിതമാണോ എന്ന സംശയം വരുന്ന രീതിയിലേക്കാണ് ഇപ്പം ആഘോഷം ആക്രമണമായിട്ട് മാറിയിട്ടുള്ളത്. യു പിയിലെ പല ഭാഗങ്ങളിലും വളരെ കൂടുതലായിട്ട് ലക്നൌവിൽ ആദ്യം തുടങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടായി. അതിനകത്ത് ആൾക്കൂട്ടം റോഡ് ഉപരോധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വന്നപ്പോൾ പോലീസ് വരുന്നു. പോലീസ് ആ അക്രമകാരികളെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അക്രമകാരികളുടെ കയ്യിൽ നിന്ന് കൊടി പിടിച്ചു മേടിച്ചു, അല്ലെങ്കിൽ ത്രിവർണ്ണ പതാക പോലീസ് തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞ ആക്രമണം. അപ്പൊ തന്നെ വളരെ കൂടുതലായിട്ട് ആൾക്കാർ എങ്ങു നിന്നോ വന്നു കൂടി വന്നു നശിപ്പിക്കുക, തീയിടുക, ആ രീതിയിലേക്കുള്ള ഒരു കാര്യം. കാരണം ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഒഴിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഗതാഗത തടസ്സം, അവരെ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുമ്പോൾ പോലീസിനെ ആക്രമിക്കുന്നു. വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്നതിനെക്കാട്ടി വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ വന്ന് ഈ പറയുന്ന പോലീസിനെ ആക്രമിക്കുന്നു. പിന്നെ വളരെ കൂടുതൽ പോലീസ് വന്ന് അതെല്ലാം കറക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതായത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു ആക്രമണം ഉരുത്തിരിക്കുന്നത് പോലെ യു പിയിൽ ഈ ലക്നൌവിൽ അല്ലെങ്കിൽ വേറെ പല സ്ഥലത്തും ഇതേപോലെ തന്നെ ഒരേ സ്വഭാവത്തിൽ ഈ പറയുന്ന ആഘോഷങ്ങൾ, ഒരുപക്ഷെ ആഘോഷിക്കാൻ ഇറങ്ങിയവരായിരിക്കത്തില്ല അതിന്റെ പുറകിൽ. ആഘോഷിക്കാൻ ഇറങ്ങും, അതിനകത്ത് കയറി ഒരു പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു വിഷയമുണ്ടാക്കി, ഒരു വെടിവെപ്പ് ഉണ്ടാക്കി. അത് ചില പ്രത്യേക മേഖലയിൽ, ഇപ്പൊ ചില പ്രത്യേക മേഖലയിൽ ചില ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന മേഖലയിൽ, അപ്പൊ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കി അതൊരു വ്യാപിപ്പിച്ച് ഒരു ലഹളയിലേക്ക്, ഒരു വർഗീയ ലഹളയാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ലഹളയാ. വർഗീയ ലഹളയാണെന്നല്ലോ. ഇപ്പൊ മുസ്ലിം കൂടുതലുള്ള അല്ലെങ്കിൽ ഹിന്ദു കൂടുതൽ പ്രദേശത്താണ് ഈ വിഷയം നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഈ പ്രശ്നം ആൾക്കാർ കൂടുതൽ പോലീസുമായിട്ട് തല്ലുണ്ടായി, പോലീസ് വെടിവെക്കേണ്ടി വന്നു. ഏതെങ്കിലും രണ്ട് ഹിന്ദുക്കൾ മരിച്ചാൽ പോരെ, മുസ്ലിങ്ങളാണെങ്കിൽ രണ്ട് മുസ്ലിങ്ങൾ വെച്ചാൽ അതൊരു വർഗീയ ലഹളയുമായിട്ട് രൂപാന്തരപ്പെടുന്നു. ഇത് മഹാരാഷ്ട്രയിൽ സംഭവിച്ചു, ഈ പറയുന്ന പോലെ ഹൈദരാബാദിൽ സംഭവിച്ചു. അപ്പൊ ഇന്ത്യയിലുടനീളം ഒരേ തരത്തിൽ ഇത്തരത്തിൽ ആഘോഷം നടക്കുന്നു. ആഘോഷത്തിനകത്ത് ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അപ്പം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ ആരെയാ വിളിക്കുന്നത്? പോലീസിനെ വിളിക്കും. പോലീസ് വരുമ്പോൾ പോലീസുമായിട്ട് യുദ്ധം ഉണ്ടാകും. അപ്പം ഈ എവിടെ നിന്നോ വളരെ കൂടുതൽ പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആൾക്കാർ വരുന്നു, ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം. അപ്പം നമ്മൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചായിരുന്നല്ലോ, ഈ ഫഡ്നാവിസ് ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശ് മത്സരത്തിൽ ജയിച്ചപ്പം അവിടെ, അല്ലെങ്കിൽ ജയിച്ചപ്പോഴാണോ തോറ്റപ്പോഴോ, ഏതായാലും ബംഗ്ലാദേശിലെ ആൾക്കാർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു. ഈ ഫഡ്നാവിസിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ശിവസേന ഉണ്ടല്ലോ, ശിവസേന ഇപ്പൊ രണ്ടുണ്ട്. ഉദ്ധവ് ഇപ്പം ജയ് ശ്രീരാം വിളിയൊന്നുമില്ല. പുള്ളി ഇപ്പൊ വേറെ ആരുണ്ട്, ഏതോ ഒരു ശ്രീരാമനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇന്നലെ വാർത്ത വന്നായിരുന്നു. ജയ് ശ്രീരാം നിർത്തി, അത് വേണ്ട എന്ന് പറഞ്ഞപ്പം ഉദ്ധവിന്റെ കൂടെ നിന്നിട്ടുള്ള ഷിൻഡെ വിഭാഗത്തിന്റെ ആൾക്കാർ ഇവന്മാരെ തടഞ്ഞു വെക്കുന്നു. അവന്മാരിപ്പോ ബംഗ്ലാദേശികളാവുന്നു. ആ ബംഗ്ലാദേശികളായിട്ട് അവന്മാരെ പരിശോധിക്കുമ്പോൾ അവന്മാരവിടെ അനധികൃതമായിട്ട് വർക്ക്ഷോപ്പ് നടത്തുന്നവർ, ആ വർക്ക്ഷോപ്പൊക്കെ പൊളിച്ച് കളയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഈ രീതിയിലേക്ക് ഇപ്പൊ ഇന്ത്യയിലുടനീളം പാകിസ്ഥാനെതിരെയോ ബംഗ്ലാദേശിനെതിരെയോ ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അത് അനുവദിച്ചു പോകാത്ത ഒരു രീതിയിലേക്ക് ഈ ദേശസ്നേഹികളായിട്ടുള്ള ഇന്ത്യക്കാര് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് അതിനകത്ത് ഇടപെടുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ ജയിച്ചു, അപ്പൊ ഇന്ത്യ ജയിച്ചു, ഇന്ത്യക്ക് മൂർദാബാദ് വിളിക്കാൻ പഴയ പോലെ ഇറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഇന്ത്യയിലില്ല. അപ്പൊ ഇവന്മാർ ആഘോഷിക്കുമ്പോൾ ഇതിനകത്ത് കയറി ഒരു കടന്നുകയറ്റം കയറി, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താം. ഏതായാലും ഇന്ത്യക്കകത്ത് ഈ വർഗീയ കലാപം വളരെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതിനകത്തൊരു കുറവ് സംഭവിച്ചു. എവിടെ വന്നാലും ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ. മാത്രമല്ല, ഇപ്പം വർഗീയ കലാപം ഇല്ലാത്ത രാജ്യമാകുന്നതുകൊണ്ട് ലോകത്തുള്ള ബിസിനസ്സുകാരെല്ലാം ഇവിടെ വരുക. മാത്രമല്ല, യു പിയെ കേന്ദ്രീകരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യു പിയിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപത്തിന് സ്കോപ്പുള്ള ഒരു സ്ഥലമായിരുന്നു യു പി. അറിയാമല്ലോ, ഇന്ത്യയിൽ എവിടെ വർഗീയ കലാപം നടക്കുന്നതെന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എണ്ണം എടുക്കുന്നത് യു പിയിലാണ്. യു പിയിൽ അതുപോലെ ആളുണ്ട്. മുസ്ലിങ്ങളും ഏതാണ്ട് 20-25 കോടിക്കകത്ത് ഈ പറയുന്ന 4-5 കോടി മുസ്ലിങ്ങളുണ്ട്. അതിനകത്ത് പാപത്തിങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട്. അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്, അവരെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന അവരെ നിയന്ത്രിച്ചിരുന്ന മാഫിയ സംഘങ്ങളാണ്. ഈ മാഫിയ സംഘങ്ങൾ പറയാം, ഒന്നും പറയണം, നീ പോയി അടിക്കണമെന്ന് പറഞ്ഞാൽ അവർ അടിക്കും. അല്ലെങ്കിൽ നാളെ കാലത്ത് അവർക്ക് ഭക്ഷണം കിട്ടുന്നില്ല. അപ്പൊ യു പി അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ യു പിയിൽ ഇപ്പം ആ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നില്ല. എന്നാലും ഇതിനു വേണ്ടി പണിയെടുക്കുന്നവർ ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ. ആ പണിയെടുക്കാൻ വേണ്ടി അച്ചാരം മേടിക്കുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ മതമൗല്യവാദികളുണ്ടല്ലോ. അപ്പൊ അവരിങ്ങനെ അവസരം നോക്കിയിരിക്കും. കാരണം യു പിയിലൊക്കെ വരുന്ന ഈ പറയുന്ന പോലെ യു പിയിൽ പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടും ഈ ഗുണ്ടാ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ടും മാഫിയകൾ ഇല്ലാത്തതുകൊണ്ടും അവിടെയൊക്കെ വരുന്ന ബിസിനസ് ഭയങ്കരമാണ്. പല രാജ്യത്ത് നിന്നും, അല്ലെങ്കിൽ പല കമ്പനികളും യു പിയിലാണ് ചെയ്യുന്നത്. ധാരാളം സ്ഥലം കിടക്കുക. ഈ സ്ഥലം തുറസായി കിടക്കുന്ന സ്ഥലം മൊത്തവും, അല്ലെങ്കിൽ കയ്യേറി വെച്ചേക്കുന്ന സ്ഥലം മൊത്തവും ഏറ്റെടുത്തിട്ട് ബിസിനസിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സംരംഭങ്ങൾ തുടങ്ങി യു പിയെ വളരെ വലിയൊരു
സമ്പുഷ്ടമായ സ്റ്റേറ്റ് ആക്കിക്കൊണ്ട് ഇരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി. അപ്പൊ ഇതിന് തടയിടണം. ഇന്ത്യയിലും ഉടനീളം അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് എന്ത് നടത്തിയാലും പൈസയാണ്. അതാണ് ഇപ്പൊ യു പിയുടെ വിഷയം. കുംഭമേള നടത്തിയാലും പൈസ, ശ്രീരാമന്റെ അമ്പലത്തിലും പൈസ, അതായത് ഭക്തി വന്നാലും പൈസ, എന്ത് വന്നാലും പൈസ. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഹോളി വരുമ്പോ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് അവിടെ പ്രശ്നമില്ല. ഈ മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്, അവർക്ക് പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ മുഹമ്മദിന്റെ ബിസിനസ്സും നബിയുടെ ബിസിനസ്സും ബിസിനസ് ആയിരുന്നാ പുള്ളിക്ക് പറയുന്നത്. അപ്പൊ അവരാണ് ഈ ബിസിനസ്സിൽ നടന്നത്. അവർക്ക് ഈ വരുന്ന പറയുന്നത് പോലെ കുറച്ച് ആഘോഷമല്ലേ ഉള്ളൂ. ഈ നോയമ്പോ അല്ലെങ്കിൽ നബിദിനോ 1-2 ആഘോഷമുള്ളൂ. അത് കൂടാതെ എല്ലാ ദിവസവും ആഘോഷമാണ് ഹിന്ദുക്കൾക്ക്. ഈ ഹിന്ദുക്കൾക്ക് ദിവസവും ആഘോഷം എന്ന് പറയുന്നത് ഇതിന് കച്ചവടക്കാർ മൊത്തം മുസ്ലിങ്ങളാണ്. അപ്പൊ ഈ അവിടുത്തെ ഉള്ള മുസ്ലിങ്ങൾക്ക് ഈ ഇതിനകത്ത് തടസ്സപ്പെടുത്തണം എന്നുള്ള താല്പര്യമില്ല. കാരണം അവരുടെ ജീവിതമാർഗവും അവരുടെ ബിസിനസ്സും അവരുടെ കാര്യങ്ങളും ഒക്കെ നടന്നു. ഇതിനകത്ത് കയറി ഈ പറയുന്നത് പോലെ PFIക്കാരൻ അവിടെ ഉണ്ടല്ലോ, SDP അവിടെ ഉണ്ടല്ലോ, ഇവന്മാരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഇപ്പൊ ഈ വഖഫ് നിയമം പാസ്സാക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പൊ ഇത് രീതിയിൽ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ കെയർ ഓഫിൽ ഒരു ബഹളം ഉണ്ടാക്കി, ഒരു വർഗീയ കലഹം ഉണ്ടാക്കി. അപ്പൊ ഈ വഖഫിന്റെ കെയർ ഓഫിൽ ഇപ്പം ഈ പറയുന്നത് പോലെ ജയിൽ നിറയ്ക്കൽ സമരവും മറ്റ് വിഷയങ്ങളും ഒക്കെ ആയിട്ട് നിന്നിരുന്ന PFIക്കാരന്റെ വേറെ ഒരു രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDP ദേശീയ നേതാവ് ഇപ്പം അറിയാമല്ലോ എവിടെ ആയിരിക്കുന്നത്, തീഹാർ ജയിലിൽ ഇരിക്കുകയാണ്. അദ്ദേഹം അവിടെ പോയി ചപ്പാത്തിക്കാണ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഒരു ഈ കോപ്പ് കൂട്ടിക്കൊണ്ട് വന്നിരുന്ന ഒരു സംഭവം അങ്ങ് നിന്നു. അപ്പൊ ഇതിനകത്ത് നിന്ന് വേറെ രീതിയിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഞാനീ പറഞ്ഞത് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യക്കകത്ത് നിന്ന് ഇന്ത്യ നശിപ്പിക്കാൻ നിൽക്കുന്നവർ. ഇവർക്ക് വെളിയിൽ നിന്ന് ഫണ്ട് വരുന്നുണ്ട്. അപ്പൊ കാര്യങ്ങൾ ഓപ്പറേറ്റ്, പണി ഇതിലെ പൈസ കിട്ടുന്നില്ല. ലക്ഷ്മിയുടെ പണി എന്നെ ഇതൊക്കെ പണി ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ വരുന്ന പോലെ പൈസ കിട്ടത്തില്ലല്ലോ. ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇസ്രായേലിനകത്ത് ഈ പാലസ്തീൻ വിമോചനത്തിന് വേണ്ടി നിൽക്കുമ്പോ പാലസ്തീനെ സ്വതന്ത്രമാക്കാൻ ഒരിക്കലും ഗാസ സമ്മതിക്കുന്നില്ല. കാരണം പാലസ്തീൻ സ്വതന്ത്രമായ ഗാസയ്ക്ക് നാളെ കാണുന്ന പണിയുണ്ടോ? എന്നും പാലസ്തീൻ സ്വതന്ത്രമാവാതിരുന്നാലല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ തുടങ്ങി അവരെന്തോ പണി. അതുപോലെ ഈ പറയുന്ന ഹിസ്ബുള്ളയ്ക്ക് മറ്റിടത്ത് വിഷയം തീർന്ന പണി തീർന്നില്ല എന്ന് പറഞ്ഞാൽ യുവമാർക്ക് ഇവിടെ പണി ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വർഗീയകലം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവർക്ക് ഈ വിഷയം ഉണ്ടല്ലോ. അപ്പം ഞാനീ പറഞ്ഞ ടെസ്ല കാർ ഉൾപ്പെടെ അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഇന്ത്യയിലേക്കുള്ള വ്യവസായികളുടെ ഒഴുക്ക്, ടെസ്ല അവിടെ തുടങ്ങിയല്ലോ, ഇനി നമ്മൾക്ക് എന്താണ് തുടങ്ങിയത്? സുരക്ഷിതമാണ് ഇന്ത്യ. ആ രീതിയിലേക്ക് ഇന്ത്യയിലെ എക്കണോമിക്കൽ ഗ്രോത്തും ഈ പറയുന്ന പോലെ എല്ലാം ഉയർച്ചയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു കലാപം, ഏത് കലാപം ഉരുത്തിരിച്ചുകൊണ്ട് വന്നാലും അത് ഈ പറയുന്ന പോലെ അത് പൊളിച്ചു കളയുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉരുത്തിരിക്കാൻ ഉണ്ടാക്കാതിരിക്കുക. അത്രയ്ക്ക് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് ഈ 140 കോടി ജനമുള്ളിടത്ത് മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങൾ അത്തരത്തിൽ ഉള്ള മുഖ്യമന്ത്രിമാരും ഒക്കെ ഉള്ളിടത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുക. ചാമ്പ്യൻസ് ട്രോഫി ഇപ്പൊ നമുക്ക് ആ 2 വട്ടം 3 വട്ടം കിട്ടിയെന്ന്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ട്രോഫി നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മുടെ ഷമാ മുഹമ്മദ് പറഞ്ഞ പോലെ ആ തടിയനാ കിട്ടിയത്. നമ്മുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റനെ ഫിറ്റ്നസ് ഒന്നും ഇല്ലാത്ത തടിയനാന്ന് തോന്നുന്നു മാൻ ഓഫ് ദ മാച്ചും അയാളല്ലായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. അയാളെ ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി കൊണ്ട് വന്നത്. ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി കൊണ്ട് വന്നപ്പോ ഷമാ മുഹമ്മദ് പറഞ്ഞു, ഞാൻ അഭിനന്ദിക്കുന്നു, എന്നാലും തടിക്ക് കുറവുണ്ടെന്നും ഫിറ്റ്നസ് ശരിയാണെന്നൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല, ഞാൻ അഭിനന്ദിക്കുന്നു രോഹിത് ശർമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തോറ്റങ്ങാണം പോയായിരുന്നേ ക്ഷമ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, പുള്ളിയുടെ തടി കൊണ്ടാണ് ഈ പുള്ളിക്ക് കളിക്കാനും ഒക്കത്തില്ല, കാര്യം ഒക്കത്തില്ല. ഈ മാതിരി കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതിനാ എന്നെ എങ്ങനെ നാണം കെടുത്തുന്നത്. എനിക്ക് മലയാളം കൃത്യമായിട്ട് പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് അത് തെറ്റ് പറ്റുന്നതെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു നിന്നത്. എന്തായാലും ഈ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അതല്ല, ഇന്ത്യയിൽ ഏതൊരു സാഹചര്യമായാലും ഉരുത്തിരിച്ച് അതൊരു കലാപത്തിലേക്കും പ്രശ്നമൊക്കെ ഉണ്ടാക്കി ഇന്ത്യയുടെ വളർച്ചയെ തടയുന്നതിന് വേണ്ടി ഉള്ള ആൾക്കാർ ഇങ്ങനെ അവസരം നോക്കി ഇരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആഘോഷത്തിനകത്ത് കടന്നു കയറി ഒരു പ്രശ്നമുണ്ടാക്കി അതൊരു ലഹളയായിട്ട് മാറി ഇന്ത്യയിൽ മൊത്തം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത്. ഏതായാലും അതിന്റെ അന്വേഷണം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അന്വേഷണത്തിനകത്ത് നിന്ന് അതിന്റെ നിജസ്ഥിതി നമ്മൾക്ക് അറിയാൻ പറ്റും. ഇത് ആഘോഷമല്ല, ആഘോഷത്തിനിടയിലേക്ക് ഒരു പ്രത്യേക താല്പര്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ ശക്തികൾ കടന്നു കയറി പ്രശ്നമുണ്ടാക്കി ഒരു ലഹളയ്ക്ക് വേണ്ടി ശ്രമിച്ചു തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.